ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടത്തിലെ 31-ാം വാരം വ്യാഴാഴ്ച. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. വളരെ പ്രശസ്തമായ 2 ഉപമകൾ, കാണാതായ ആടിൻ്റെയും കാണാതായ നാണയത്തിൻ്റെയും ഉപമ. എനിക്ക് തോന്നുന്നത് ഈ 2 ഉപമകളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാണാതായതിൻ്റെ ഉത്തരവാദിത്തത്തിനും അപ്പുറത്തേക്ക് ഒപ്പമുള്ളവരുടെയൊക്കെ ഉത്തരവാദിത്തം എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉപമയാണ്. ആട് കാണാതെയായി മാറുമ്പോൾ ആ ആടിൻ്റെ ഉത്തരവാദിത്തേക്കാൾ കൂടുതൽ ഇടയൻ്റെ ഉത്തരവാദിത്തത്തെ ചൂണ്ടിക്കാട്ടുന്ന, കാണാതെ പോയ നാണയത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആ സ്ത്രീയുടെ തീക്ഷ്ണതയെ, താല്പര്യത്തെ, ഉത്തരവാദിത്തത്തെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഉപമയാണ്. ഈ ഉപമ പറയുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. വചനം ഇന്ന് ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ ചുങ്കക്കാരും പാപികളായിട്ട് വിളിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ രോഗശാന്തി കിട്ടാൻ, അത്ഭുതങ്ങൾ കാണാനും വേണ്ടിയിട്ടല്ല, ഈശോ പറയുന്ന നല്ല വാക്കുകൾ കേട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി അവരായിട്ട് ശ്രമിക്കുന്നവരാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാണാതെ പോയവർ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരായിട്ട്, അവർ വ്യതിചലിച്ച് നിൽക്കുന്നവരായിട്ടുള്ള ചുങ്കക്കാരായിക്കോട്ടെ, ഈ പാപികളായിക്കോട്ടെ, ഇവരെല്ലാവരും അവരൊരു എഫേർട്ട് ഇടുകയാണ്. എന്തിനാണ്? കർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ. ആ സമയത്ത് അവരുടെ സ്വന്തമായിട്ട് നിൽക്കുന്ന ഫരിസേയരും നിയമജ്ഞരും എന്താ പറയുന്നത്? കൂടെയുള്ളവരായിട്ട് നിൽക്കുന്നവർ, അവർക്ക് ഇവരോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കർത്താവ് ഉപമ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അവർ കാണാതെ പോകുമ്പോൾ, അവർ വ്യതിചലിച്ച് പോകുമ്പോൾ അവരെ അടുപ്പിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങളുടേതാണ്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് എന്താണ്? അടുക്കാൻ വേണ്ടി വരുന്ന, എങ്ങനെയെങ്കിലുമൊക്കെ നന്നാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ നല്ല വചനം കേൾക്കാൻ വേണ്ടി വരുന്നവരെ ഇവര് അവരുടെ വാക്കുകൾ കൊണ്ട് പിന്തിരിപ്പിക്കുകയും എങ്ങനെയെങ്കിലുമൊക്കെ അകറ്റാനും വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. പക്ഷേ ആ തെറ്റ് ചെയ്യുന്നതിനെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന നമുക്കുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും തെറ്റ് മനസ്സിലാക്കി അവർ വരാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മളുടെ കുത്തുവാക്കുകളും നമ്മളുടെ പരിഹാസം കൊണ്ട് അവർ പലപ്പോഴും പിന്നെയും അകന്നു പോകുന്ന സാഹചര്യങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളതെന്ന് ചിന്തിക്കാം. ഇന്ന് ആത്മാർത്ഥമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം: കർത്താവേ, മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടില്ല കർത്താവേ, പക്ഷേ അതിനെ ഒന്ന് പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ആരുടെയെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോൾ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു അനുഗ്രഹം, ആ ഒരു കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്ത് ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.